ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല കളച്ചക്ക കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് നല്ലൊരു ചിപ്സ് പോലെ പൊരിച്ചെടുക്കാം. ഇതാണ്ട് ഒരു കളച്ചക്ക ഞാൻ ഇങ്ങനെ പകുതിയായി മുറിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പകുതി മതി നമുക്ക്. രണ്ടായി മുറിച്ചതിന് ശേഷം നമുക്ക് പേപ്പർ വെച്ച് ഇതിൻ്റെ കറ കളയാം. കറ കളഞ്ഞതിന് ശേഷം ഞാൻ പകുതി പീസേ എടുക്കുന്നുള്ളൂ. അത് പിന്നെയും രണ്ടായി മുറിച്ചതിന് ശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇങ്ങനെ അരിഞ്ഞെടുത്ത് ഇതിൻ്റെ തൊണ്ട് കളയുക. ഇരിക്കുന്ന ആ മുള്ള് മാത്രം കളഞ്ഞാൽ മതി. എല്ലാം ഇങ്ങനെ കളഞ്ഞു വെച്ചതിന് ശേഷം ഇതുപോലെ ചിപ്സ് ടൈപ്പിൽ ചെറുതായി നമുക്ക് അരിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് അല്പം ഉപ്പും കുറച്ച് വെള്ളവും വീഴ്ത്തി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് ആവശ്യത്തിന് വെള്ളം നിവർന്ന് നിൽക്കുന്ന രീതിയിൽ മേലെ വെള്ളം നിൽക്കുന്ന രീതിയിൽ വീഴ്ത്തി വയ്ക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ഇതിലെ കറയെല്ലാം പോയി ആ നിറം അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എന്നിവയിട്ട് ഇതിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായി ഒന്ന് കുഴച്ചെടുത്ത് നന്നായി ഒന്ന് കുഴഞ്ഞു വന്നില്ല എങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും വീഴ്ത്തി ഇത് നല്ലതുപോലെ ഒരു ക്രീമി രൂപത്തിൽ കുഴച്ചെടുക്കാവുന്നതാണ്. കുഴച്ചെടുത്തതിന് ശേഷം ആ വെള്ളത്തിലിട്ട് വച്ചിരിക്കുന്ന കളച്ചക്ക ഉണ്ടില്ലേ, അത് നമുക്ക് ഈ മാവിലോട്ട് ആഡ് ചെയ്ത് കുറേശ്ശെ ആഡ് ചെയ്ത് ഈ മാവുമായിട്ട് ആ കളച്ചക്ക നല്ല രീതിയിൽ കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇത് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് ആ ഉപ്പും മസാലയെല്ലാം ഇതിൻ്റെ മസാലയുടെ ടേസ്റ്റ് എല്ലാം കളച്ചക്കയിൽ പിടിക്കട്ടെ. ഏകദേശം ഒരു 1/4 മണിക്കൂർ അരമണിക്കൂറൊക്കെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വച്ചിരിക്കുന്ന കളച്ചക്ക നമുക്ക് കുറേശ്ശെ അതിലേക്കിട്ട് ഒന്ന് കൊടുത്ത് നന്നായി തിരിച്ചും മറിച്ചോട്ടും മുരിച്ചെടുക്കണം. ഇവിടെ ഞാൻ ഒരു സൈഡ് നന്നായി മൊരിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചിടുന്നുണ്ട്. ഈ സൈഡ് നല്ലതുപോലെ മരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്കും സബ്സ്ക്രൈബും തരിക. എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ ബെല്ലൈക്കണോട് ഒന്ന് പ്രസ് ചെയ്ത് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ തന്നെ ഞാനിടുന്ന വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇവിടെ ഫസ്റ്റ് ഇട്ട കളച്ചക്ക നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുത്തതിന് ശേഷം ആ ചൂടായ എണ്ണയിൽ അടുത്ത കളച്ചക്കയുടെ ഇട്ട് ഇതും തിരിച്ചു മറിച്ചിട്ട് നല്ലതുപോലെ മൊരിച്ചെടുക്കണം. ഇവിടെ ഞാൻ എല്ലാ കളച്ചക്ക ഫ്രൈയും വറുത്ത് കോരിയിട്ടുണ്ട്. ഇത് സൂപ്പർ ടേസ്റ്റാണ്. നല്ല സ്നാക്സായിട്ടും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല മുരാന്ന് കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ളതാണ്. കളച്ചക്ക കിട്ടുമ്പോൾ ദയവായി നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാ കടച്ചക്ക ഫ്രൈയും ഇങ്ങനെ നന്നായി ഒന്ന് മൊരിച്ച് കോരിയതിന് ശേഷം കുറച്ച് കറി ലീഫ് ചൂടായ എണ്ണയിലിട്ട് നന്നായി മൊരിച്ച് കോരി കടച്ചക്ക ഫ്രൈയിലിടുമ്പോഴത്തേക്ക് നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള കടച്ചക്ക ഫ്രൈ ഇവിടെ തയ്യാറാവുന്നതാണ്. വീഡിയോ കാണുന്നവരെല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. താങ്ക് യു.